നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ സേവനം ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് ആശ്വാസമാകുന്നു. ഇതിനോടകം സന്നിധാനത്തും നടപ്പന്തലിലുമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട 150ഓളം തീർത്ഥാടകർക്ക് NDRF സേവനം ഉറപ്പാക്കി. ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുവാനും സാധിച്ചു. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയ നിരവധി തീർത്ഥാടകരെ സ്ട്രെച്ചറുകളിലും മറ്റുമായി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ടീമിന് സാധിച്ചു. ചെന്നൈ അരക്കോണത്തു നിന്നുള്ള 4ാം ബറ്റാലിയൻ ടീമാണ് ശബരിമലയിൽ ദുരന്ത സാധ്യതകൾ നേരിടാൻ രംഗത്തുള്ളത്. ഡെപ്യൂട്ടി കമാൻഡന്റ് സീനിയർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ അർജുൻ എ ആണ് ശബരിമല ടീമിന് നേതൃത്വം നൽകുന്നത്. ഈ ടീമിന്റെ കമാൻഡന്റ് അഖിലേഷ് കുമാറാണ്. നിലവിൽ NDRF ടീമിനെ പ്രധാനമായും 3 കേന്ദ്രങ്ങളിലാണ് വിന്യസിച്ചിട്ടുള്ളത്. സന്നിധാനത്തും നടപ്പന്തലിലും ഇതിനു പുറമെ പമ്പയിലും ടീം അംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന തീർത്ഥാടകരെ ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സേവനമാണ് ശബരിമലയിൽ ഊന്നൽ നൽകുന്നത്. ഇതുകൂടാതെ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനും ടീം പൂർണ്ണ സജ്ജമാണ്. എല്ലാ ടീം അംഗങ്ങൾക്കും ഇത്തരം സേവനങ്ങളിൽ പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ നേരം നിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നിർജ്ജലീകരണം, കൂടാതെ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം പോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് സഹായം തേടുന്നവരിൽ കൂടുതലെന്നും അവരെ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ദൗത്യമെന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ അർജുൻ പറഞ്ഞു. പിൽഗ്രിമേജിനായി വരുന്ന ആളുകളിലെ എന്തെങ്കിലും വിധമുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് നമ്മളിപ്പോൾ ഇവിടെ ശബരിമല സന്നിധാനത്തും നടപ്പന്തലിലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസ്, ഫയർഫോഴ്സ്, CRPFന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ മറ്റു സേനകളുമായി ചേർന്നുള്ള പ്രവർത്തനമാണ് ശബരിമലയിൽ നടത്തിവരുന്നതെന്നും ഡോക്ടർ അർജുൻ കൂട്ടിച്ചേർത്തു. സിറ്റി വിഷൻ, സന്നിധാനം.